സിന്ധുമോൾ വിശ്വാസത്തിൻ്റെ കാര്യം ഇവിടെ പരാമർശിക്കുമ്പോൾ വ്യത്യസ്തമായ വാദങ്ങളാണ് ഇടത് സഹയാത്രികരുടെ ഭാഗത്തു നിന്ന് ഉയരുന്നത്. വളരെ വ്യത്യസ്തമായിട്ടുള്ള വാദങ്ങൾ. നേരത്തെ നോക്കൂ, തങ്കയങ്കി ഘോഷയാത്രയെക്കുറിച്ചും അതുപോലെ തിരുവാഭരണ ഘോഷയാത്രയെക്കുറിച്ചുമൊക്കെ പറഞ്ഞു. അതെല്ലാം കച്ചവടവൽക്കരണത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്, ഉപാധികളാക്കിയിട്ടുണ്ട് എന്നൊരു പരാമർശം വന്നു. എൻ്റെ ശ്രദ്ധയിലത് പെട്ടിട്ടില്ല. അപ്പോൾ വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കച്ചവടമാക്കുക, അതിൻ്റെ കച്ചവടപരതയാണ് ഉദ്ദേശിക്കുന്നതെന്ന്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു മാർക്കറ്റിംഗ് ആസ്പെക്റ്റാണ് എന്ന് ശ്രീ ജയേന്ദ്രൻ അദ്ദേഹം കൃത്യമായി പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഓപ്പൺനെസ്സിനെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. എന്തായാലും പറയേണ്ടത് പച്ചയ്ക്ക് പറഞ്ഞു. ഇത് തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്, അത് തന്നെയല്ലേ, ആ അർത്ഥത്തിൽ തന്നെയല്ലേ ഇതിനെ എടുക്കേണ്ടത്. ഞാൻ നേരത്തെ മനസ്സിലാക്കിയത് ഇത് വോട്ടിന് വേണ്ടിയുള്ളൊരു അഭ്യാസമാണ് എന്ന്. പക്ഷേ ഇത് കാശിന് വേണ്ടിയാണ്. അതും ശബരിമല വിമാനത്താവളം വരുന്നു എരുമേലിയിൽ. മാത്രമല്ല ഈ ശബരിമലയെ ഒരു ആഗോള വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റുക, അതിന് ലോകത്തെമ്പാടുമുള്ള കോടീശ്വരന്മാരുടെ പണം ആവശ്യമാണ്. ആ പണം സമാഹരിക്കുന്നതിൻ്റെ ആദ്യപടിയായിട്ടുള്ള ഒരു സംഗമമായിട്ടല്ലേ ഇതിനെ കാണേണ്ടത്? തീർച്ചയായിട്ടും അനിൽ, ഇവിടെ ശ്രീ ജയചന്ദ്രൻ സർ പറഞ്ഞത്, അദ്ദേഹം പറഞ്ഞത് ഇത് ശബരിമലയിലല്ല നടക്കുന്നത്, പമ്പയിലാണ്. അദ്ദേഹം പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും പമ്പയിലെത്താതെ സന്നിധാനത്തേക്ക് പോകാൻ സാധിക്കില്ല എന്നെല്ലാവർക്കും അറിയാം. പമ്പ ഗണപതിയെ വണങ്ങിക്കൊണ്ടാണ് ശബരിമല ശാസ്താവിൻ്റെ അടുത്തേക്ക് പോകുന്നത് എന്ന് ഈ നാട്ടിലെ ഏത് കൊച്ചുകുട്ടിക്കും അറിയാം. അദ്ദേഹം എത്ര ബാലിശമായിട്ടാണ് ഇതൊക്കെ പറയുന്നതെന്ന് കേട്ടപ്പോൾ സത്യത്തിൽ എനിക്ക് ചിരി വന്നു. പിന്നെ പറഞ്ഞു, തങ്കയങ്കി ഘോഷയാത്രയാണോ തിരുവാഭരണ ഘോഷയാത്രയാണോ അറിയില്ല, ഇവിടുന്ന് പുറപ്പെട്ട് വേറെ സ്ഥലത്തേക്ക് പോയിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പോയിട്ടുള്ള താങ്കൾ തന്നെ ഇത് പറയും, അല്ല പോയിട്ടുള്ള അങ്ങ് തന്നെ ഇത് പറയുമ്പോഴാണ് എനിക്ക് അത്ഭുതം തോന്നുന്നത്. അപ്പോൾ ഇവിടെ തിരുവാഭരണ ഘോഷയാത്ര പോയിട്ടുണ്ട്. ഈ പന്തളം രാജവംശം എന്ന് പറയുന്നത് ഇപ്പോൾ ഇവർ പറഞ്ഞ് ഈ കമ്മ്യൂണിസ്റ്റുകാരെല്ലാം കൂടി അയ്യപ്പൻ പന്തളം കൊട്ടാരത്തിൽ നിന്നും പോയതല്ല, കണ്ണൂരിൽ നിന്ന് വന്നതാണെന്ന് വരെ പറഞ്ഞ് സ്ഥാപിക്കുന്ന രീതിയിലുള്ള ഒരു നരേറ്റീവ് ഉണ്ടാക്കും. അതായത് പിണറായി വിജയൻ്റെ നാട്ടിൽ നിന്നായിരിക്കും എന്ന് വരെ പറഞ്ഞുണ്ടാക്കുന്ന രീതിയിൽ നരേറ്റീവ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് CPM-നെ പോലെ ബഹുമിടുക്കന്മാർ വേറെയില്ല, ഈ നാട്ടിലെങ്ങും ഇല്ല. അപ്പോൾ അയ്യപ്പൻ എന്ന് പറയുന്നത് പന്തളം രാജവംശത്തിലേക്ക് വന്നപ്പോൾ തന്നെ ജയചന്ദ്രൻ സാറിൻ്റെ ഒരു രീതിയൊക്കെ മാറി. അത് അവിടുന്ന് വന്നതാണ്, തമിഴ്നാട്ടിൽ പോയിട്ടുണ്ട്, ആന്ധ്രയിൽ പോയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് വരികയാണ്. അവരേത് കാലഘട്ടത്തിൽ വന്നതാണെന്നൊക്കെ ചരിത്രം പരിശോധിച്ചാൽ അറിയാൻ സാധിക്കും. ഇന്നോ ഇന്നലെയോ തുടങ്ങിയത് ഒന്നുമല്ല തങ്കയങ്കി ഘോഷയാത്രയും തിരുവാഭരണ ഘോഷയാത്രയും. എത്രയോ കാലങ്ങളായിട്ട് ഇവിടുത്തെ ഭക്തർ ഏറ്റെടുത്ത് നടത്തുന്നതാണ് ശ്രീ ജയചന്ദ്രൻ സാർ. മറ്റൊന്ന്, നിങ്ങളിവിടെ ഇത് പൈസ തട്ടിപ്പിന് വേണ്ടി മാത്രം കൊണ്ടുവരുന്നതെന്ന് ഇവിടെ വ്യക്തമാണ്. പൈസ തട്ടിപ്പിന് വേണ്ടി മാത്രമാണ്. അല്ലെങ്കിൽ നിങ്ങൾ ആദ്യം പരിഹരിക്കേണ്ടതൊക്കെ ആരുടെ പ്രശ്നങ്ങളാണ്? 18 മലകളിലായിട്ട് മലയരന്മാർ ജീവിക്കുന്നുണ്ട്. നിങ്ങൾ അവരുടെ പ്രശ്നത്തിൽ ദേവസ്വം ബോർഡോ ഈ സർക്കാരോ അവരുടെ പ്രശ്നത്തിൽ ഇടപെട്ടിട്ടുണ്ടോ? കാനനപാത അടച്ചുപൂട്ടുന്നു. ആ കാനനപാതയിൽ കൂടി പോകുമ്പോൾ എത്ര ക്ഷേത്രങ്ങളുണ്ട് സാർ? മലയരന്മാർ പൂജ നടത്തുന്ന എത്ര ക്ഷേത്രങ്ങളുണ്ട്? ആ ക്ഷേത്രങ്ങളൊക്കെ അവരുടെ ഒരു ജീവിതത്തിൽ ഒരു കാര്യം ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു വരുമാനം കൊടുക്കുന്ന ഭാഗം കൂടിയാണ്. നിങ്ങൾ അതൊക്കെ അടച്ചുപൂട്ടുന്നു. മലയരന്മാർക്ക് പൂജ ചെയ്യാനും മറ്റുമുള്ള അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ സർക്കാരിനെ ഉൾപ്പെടെ സമീപിച്ചിട്ടുണ്ട്. ശബരിമലയിൽ അവർക്കും കൂടി അവകാശം വേണമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആരെങ്കിലും ഒരക്ഷരം പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ ഇത്തരം അടിസ്ഥാനപരമായ മേഖല അവിടെ നമുക്കറിയാം, കലാകാലങ്ങളായിട്ട് അവിടെ മലയരന്മാരാണ് അവിടെ മകരവിളക്ക് തെളിക്കുന്നത്, മറ്റു കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം. പക്ഷെ ഇവരുടെ ഒന്നും പ്രശ്നത്തിൽ, അടിസ്ഥാനപരമായ പ്രശ്നങ്ങളിൽ നിങ്ങൾ അവിടെ ഒന്നും ഇടപെടുന്നില്ല. നിങ്ങൾക്കിതെല്ലാം പണം ഉണ്ടാക്കാനുള്ള ഒരു മാർഗമാണ്. അയ്യപ്പനെ കച്ചവടം ചെയ്യുക. കാനനവാസൻ എന്നാണ് പറയുന്നത്. താങ്കളും താങ്കളുടെ പാർട്ടിയും അവിടെ വികസനം കൊണ്ടുവന്ന് അദ്ദേഹത്തെ ഒരു ടൗൺഷിപ്പിന്റെ ഭാഗമാക്കി മാറ്റാൻ പോവുകയാണോ? ജനങ്ങൾ അവിടെ പോകുന്നത് അയ്യപ്പ കാനനവാസ എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നത് ആ ഒരു ഫീലിംഗ് ഉൾക്കൊണ്ടുകൊണ്ടാണ് ശ്രീ ജയചന്ദ്രൻ സാർ. കമ്മ്യൂണിസ്റ്റുകാർക്ക് ആ ഫീലിംഗ് ഒന്നും ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ നാസ്തികരാണ്, നിങ്ങൾക്ക് ആ ഫീലിംഗ് ഒന്നും ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല, നിങ്ങളുടെ ബ്ലഡ് വേറെയാണ്. പക്ഷേ സാധാരണക്കാരായ വിശ്വാസികളും ഹിന്ദുക്കളും അല്ലാത്തവരും ഒക്കെ അവിടെ പോകുന്നുണ്ട്. അവരൊക്കെ അത് ഉൾക്കൊണ്ടുകൊണ്ടാണ് പോകുന്നത്.
അവർ ആ 18 പടി ചവിട്ടാൻ തയ്യാറായി, ഏത് കല്ലും മുള്ളും ചവിട്ടാൻ തയ്യാറാണ് പോകുന്നത്. അതാണ് അവരാ 41 ദിവസം എടുക്കുന്ന വ്രതത്തിന്റെ ഭാഗമൊക്കെ അതാണ്. ഇതൊന്നും മനസ്സിലാക്കാതെ ഇതിനെ കേവലം ഒരു ആരാധനാലയം എന്ന് കണ്ടുകൊണ്ട് അതിൽ വികസനം എന്ന് പറഞ്ഞുകൊണ്ട് ആഗോള സംഗമം, അയ്യപ്പ സംഗമം നടത്തിക്കൊണ്ട് കോടികൾ പിരിക്കാമെന്നുള്ളതാണ് നിങ്ങളുടെ വ്യാമോഹം. അതാണ് ഇവിടെ നടക്കില്ല എന്ന് പറഞ്ഞത്. ഈ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഞാൻ ചോദിക്കുന്നത്, എന്നാണ് ഇത്ര വലിയ ഹിന്ദുക്കളോടും അല്ലെങ്കിൽ വിശ്വാസികളോടും, ഹിന്ദു ആവട്ടെ ക്രിസ്ത്യാനി ആവട്ടെ മുസൽമാനാവട്ടെ, എത്ര സ്നേഹം വന്നത്? നിങ്ങളല്ലേ പറഞ്ഞത്? കേരള ഗാന്ധിയായ ശ്രീ കേളപ്പൻ അദ്ദേഹം അങ്ങാടി തളിപ്പുറം ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണം നടത്തിയപ്പോൾ നിങ്ങൾ പറഞ്ഞ വാക്ക് ഇന്നും മനുഷ്യരുടെ മനസ്സിലുണ്ട്, ചിന്തയിലുണ്ട്. എന്താ പറഞ്ഞത്? പട്ടിപാത്തിയ കല്ലിൽ ചന്ദനം പൂശിയ കേളപ്പാന്നല്ലേ നിങ്ങൾ അദ്ദേഹത്തെ കളിയാക്കി വിളിച്ചത്? ഇതൊക്കെ എവിടെ പോയി ക്ഷമ ചോദിക്കും? പട്ടിപാത്തിയ കല്ലിൽ ചന്ദനം പൂശിയ കേളപ്പാന്ന് വിളിച്ച് കളിയാക്കിയതല്ലേ നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാര്? നിങ്ങൾ എന്തൊക്കെ പറഞ്ഞ് ഈ നാട്ടിലെ ഹൈന്ദവ വിശ്വാസികളെ ഉൾപ്പെടെ അധിക്ഷേപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു ഭാഗത്ത് നിൽക്കെ ഇതിലൊന്നും കുറ്റസമ്മതം നടത്താതെ, ഞങ്ങൾ ചെയ്തത് തെറ്റാണെന്ന് പോലും പറയാതെ, ഞങ്ങൾ ഇതിനൊക്കെ സമസ്താപരാധം പറയുന്നു എന്ന് പറയാതെ, നിങ്ങൾ ആരെ കുത്തിനോവിക്കാനാണ് വീണ്ടും ഈ ആഗോള അയ്യപ്പ സംഗമം അല്ലെങ്കിൽ ഇപ്പൊ പേര് മാറ്റി പറഞ്ഞ പോലെ അഖില ലോക അയ്യപ്പ സംഗമം കൊണ്ടുവരുന്നത്? നാളെ നിങ്ങൾ ഇത് അയ്യപ്പന് ഇന്നവിടെ നിങ്ങൾ വികസനം കൊണ്ടുവരിക എന്നൊക്കെ പറയുന്നത്, ഇത് കഴിയുമ്പോൾ നിങ്ങൾ ഈ അയ്യപ്പനെ സെക്രട്ടേറിയറ്റിന്റെ അങ്ങോട്ടോ അല്ലെ AKG സെന്ററിന്റെ അങ്ങോട്ടോ മാറ്റി പ്രതിഷ്ഠിക്കും. എന്നിട്ട് അവിടെ വന്ന് പ്രദക്ഷിണം വെച്ചോളാൻ പറയും. അത്രേ ഉള്ളൂ നിങ്ങളുടെ വിശ്വാസവും നിങ്ങൾക്കുള്ള ധാർമ്മികതയും. ഇവിടുത്തെ വിശ്വാസി സമൂഹത്തോട് നിങ്ങൾക്കൊരു ധാർമ്മികതയും ഇല്ലെന്ന് ബഹുമാനപൂർവ്വം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം അത്രത്തോളം ഞങ്ങളൊക്കെ ഉൾപ്പെടെ ഈ സമരത്തിൽ പല 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 പരിപാടികൾ, പല സമരങ്ങളിൽ പങ്കെടുത്തവരാ. ഈ ശബരിമല പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ പല നേതാക്കന്മാർക്കും 100 കണക്കിന് കേസുകളുണ്ട്. ഞങ്ങളുടെ എത്ര നേതാക്കന്മാരെ ജയിലിൽ പിടിച്ചിട്ടു, എത്ര നേതാക്കന്മാരെ, അവരുടെയൊക്കെ കേസുകൾ, ഇത്രയും ഈ 100 കണക്കിന് കേസുകളുള്ള ആളുകളുണ്ട്. എന്തുകൊണ്ട് നിങ്ങൾക്ക് പിൻവലിക്കാൻ സാധിക്കുന്നില്ല? പ്രതികാര ബുദ്ധിയോടെ അല്ലായിരുന്നോ നിങ്ങൾ പെരുമാറിയത്? ഇവിടുത്തെ അമ്മമാരെ, ഇവിടെ ചെങ്ങന്നൂര് ഒരു വന്ധ്യവയോധികനെ തലക്കെറിഞ്ഞ് കൊലപ്പെടുത്തിയ സംഭവം വരെ ഉണ്ടായി ഇല്ലേ? ചന്ദ്രൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ ആരാ കൊന്നത്? ആരാ എറിഞ്ഞു കൊലപ്പെടുത്തിയത്? അപ്പോ ഇത് പന്തളത്ത് ഇതെല്ലാം നടത്തിയിട്ട് ഈ അമ്മമാരെ എല്ലാം റോഡിലിറക്കിയിട്ട് വലിച്ചിഴച്ചിട്ട് അല്ലേ, ഇതെല്ലാം നടത്തിയതിന് ശേഷം നിങ്ങൾ വന്ന് ആഗോള അയ്യപ്പ സംഗമം നടത്താൻ പോകുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇവിടെ കേരളത്തിലെ ജനങ്ങൾ അത് ഏറ്റെടുക്കുമെന്ന്? നിങ്ങളുടെ ഉള്ളിൽ പോലും വിശ്വാസികളായിട്ടുള്ള CPM-ന്റെ ആളുകൾ പോലും ഇത് വിശ്വാസത്തിലെടുക്കില്ല എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. കാരണം ഞാൻ ആദ്യം സൂചിപ്പിച്ചു, അവർ പോലും നിങ്ങൾക്ക് വേറെ വിശ്വാസങ്ങളിലൊക്കെ ഉള്ളവരെന്ത് ചെയ്താലും കുഴപ്പമില്ല, നിങ്ങൾ അതിനൊക്കെ സമയം കൊടുക്കും, ഒരു ദിവസം തന്നെ വേണേൽ മാറ്റി വെച്ചോളാൻ പറയും, ഒക്കെ പറയും. ഏത് മറ്റു മതവിശ്വാസങ്ങളിലുള്ള നിങ്ങളുടെ സഖാക്കന്മാർ എന്ത് ചെയ്താലും നിങ്ങൾക്ക് കുഴപ്പമില്ല. പക്ഷേ ഒരു ഹിന്ദു സഖാവ് അമ്പലത്തിൽ പോയാൽ നിങ്ങൾ ചോദിക്കും, പ്രസാദം കൈനീട്ടി വാങ്ങിയാൽ നിങ്ങൾ ചോദിക്കും, ആ കൈനീട്ടി കൈക്കുമ്പിളിൽ വാങ്ങുന്ന തീർത്ഥജലം ഒന്ന് കുടിച്ചാൽ നിങ്ങൾ ചോദ്യമുയർത്തും. ആ തീർത്ഥജലം വാങ്ങിയിട്ട് നിങ്ങളുടെ മന്ത്രി ഉൾപ്പെടെ നിന്നിട്ട് ഈ വെള്ളം ശുദ്ധമാണോ അല്ലയോ എന്ന് പറഞ്ഞിട്ട് അത് കുടഞ്ഞു കളയും. ഇതൊക്കെയാണ് നിങ്ങൾ സമൂഹത്തിന് കൊടുക്കുന്ന ഉദാഹരണങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ സമൂഹത്തിനോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ പറയുന്ന നിങ്ങളെ ഇവിടുത്തെ വിശ്വാസ സമൂഹം ഏറ്റെടുക്കുമെന്നാണോ കരുതുന്നത്? ഈ ആഗോള അയ്യപ്പ സംഗമം തീർച്ചയായിട്ടും അതൊരു വലിയ കൊള്ളപ്പിരിവ് നടത്തുവാനുള്ള കൊള്ളക്കാരുടെ ഒരു സംഗമമാക്കി മാറ്റാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതിൽ പങ്കെടുക്കുന്നത് യഥാർത്ഥ വിശ്വാസികളായിട്ടുള്ള ഹിന്ദുക്കൾ ഒന്നും നിങ്ങൾ വിളിച്ചാൽ വരില്ല. നിങ്ങൾ ഒരു യാത്ര നടത്തിയില്ലേ, ഒരു ബസ് യാത്ര മന്ത്രിമാരുമായിട്ട്? പോയടത്തൊക്കെ നിങ്ങൾ എന്താ ചെയ്തത്? അവിടെയൊക്കെ പോയിരുന്ന് കുറെ സഖാക്കന്മാരെ വിളിക്കും, അവരുടെ പദ്ധതി അനുസരിച്ച് പരിപാടി നടത്തും. 100 പരാതി കിട്ടി, 500 പരാതി കിട്ടി, 3000 പരാതി കിട്ടി എന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോരും. സാധാരണക്കാരായിട്ടുള്ള എത്ര മനുഷ്യരെ ആ യാത്രയിൽ നിങ്ങൾ കണ്ടു? അത് അമ്പേ പൊളിഞ്ഞു പോയില്ലേ? അതുപോലെ തന്നെയുള്ള ഒരു സംഭവമായിട്ട് ഈ ആഗോള അയ്യപ്പ സംഗമവും മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം അയ്യപ്പ സ്വാമിക്ക് ശക്തിയുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹത്തിലെ ഒരംഗമാണ് ഞാനും. അതുകൊണ്ട് നിങ്ങളുടെ ഈ തട്ടിപ്പ് അവിടെ നടത്താൻ ഭഗവാൻ അയ്യപ്പനും സമ്മതിക്കില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്ന് ഞാൻ ഊന്നി പറയാൻ ആഗ്രഹിക്കുകയാണ്. അയ്യപ്പസ്വാമിയുടെയും അതുപോലെ ശബരിമലയുടെയും ചൈതന്യം, അതിന് ആഗോള പ്രശസ്തി നേടിക്കൊടുക്കാൻ ഇങ്ങനെയൊരു സംഗമത്തിൻ്റെ ആവശ്യമില്ല. പച്ചക്ക് പറയൂ, ഞങ്ങൾക്ക് അയ്യപ്പനെ വിൽക്കണം അല്ലെങ്കിൽ ശബരിമലയെ വിൽക്കണം, അതിനായിട്ടാണ് ഞങ്ങളിങ്ങനെ കോടീശ്വരന്മാരുടെ ഒരു ആഗോള സംഗമം സംഘടിപ്പിക്കുന്നത് എന്ന് പച്ചയ്ക്ക് പറയൂ. സുതാര്യമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കൂ.